ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുനാഥൻ്റെ മേലങ്കി എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയ യേശുവിൻ്റെ മേലങ്കിക്ക് വേണ്ടി പടയാളികൾ ചിട്ടിയിട്ടു അല്ലെങ്കിൽ നറുക്കിട്ടുവെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം തിരുവചനങ്ങളിലാണ് ക്രിസ്തുനാഥൻ്റെ മേലങ്കിയെക്കുറിച്ചുള്ള ഈ മനോഹരമായിട്ടുള്ള വിവരണമുള്ളത്. സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ വളരെ വികാരാധീനനായിട്ടാണ് ഈ വചനം നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. വളരെ ഭാവമയത്തോടു കൂടിയാണ് ഈ വചനം നമ്മുടെ മുൻപിൽ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അതായത് 22-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം തിരുവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ക്രിസ്തുനാഥൻ്റെ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട മേലങ്കി നറുക്കിട്ടതായിട്ട് വിശുദ്ധ യോഹന്നാൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ക്രിസ്തുനാഥൻ്റെ ഈ മേലങ്കിയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യത്തോടും പ്രസക്തിയോടും കൂടി സുവിശേഷകൻ ഇതിനെക്കുറിച്ച് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്? പ്രിയമുള്ളവരെ, യേശുനാഥൻ്റെ മേലങ്കിക്ക് നമുക്ക് മുൻപിൽ പകർന്നു തരുവാനായിട്ട് ചില സന്ദേശങ്ങളുണ്ട്. യേശുനാഥൻ്റെ മേലങ്കി നമ്മളൊരു ധ്യാന വിഷയമായിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട്, അതായത് യേശുവിൻ്റെ മേലങ്കിയുടെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുവാൻ യഹൂദ പുരുഷന്മാരുടെ വസ്ത്രധാരണ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് ചെറിയൊരു അറിവ് അനിവാര്യമാണ്. യഹൂദരായിട്ടുള്ള പുരുഷന്മാർ അവർ 2 വസ്ത്രങ്ങളായിരുന്നു എപ്പോഴും ധരിച്ചിരുന്നത്. ഒന്നാമത്തേത് ഒരു നീണ്ട ഉടുപ്പ്, ഞങ്ങൾ പുരോഹിതർ അണിയുന്ന തരത്തിലുള്ള ഒരു ലോഹ അല്ലെങ്കിൽ ഒരു നീണ്ട ഉടുപ്പ്. ഈ ഉടുപ്പിന് പുറമേ ഇവർ ധരിക്കുന്നത് ഒരു മേലങ്കി. ഇത്ര ചിന്തിച്ചാൽ മതി, ഒരു ലോഹയുടെ പുറമേ ഒരു വലിയ ഷാള് പോലെ അല്ലെങ്കിൽ കമ്പിളിപ്പുതപ്പ് പോലെയുള്ള ഒരു വലിയ വസ്ത്രം ചുറ്റി ധരിക്കുന്നു. നമ്മൾ യേശുവിനെ സംബന്ധിക്കുന്ന ചില ചലച്ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉൾപ്പെടെയുള്ളത്. ഇതിലൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും യേശുനാഥനും ഒരു വലിയ ഉടുപ്പ് അണിയുന്നുണ്ട്, അതിൻ്റെ മേലെ ഒരു മേലങ്കിയും ഈശോ ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു യഹൂദരുടെ ഒരു വസ്ത്രധാരണ സമ്പ്രദായം എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മേലങ്കി ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യവുമായിരുന്നു. എത്ര പാവപ്പെട്ടവനായിക്കൊള്ളട്ടെ, എത്ര ധനികനായ വ്യക്തിയായിക്കൊള്ളട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം മേലങ്കി എന്ന് പറയുന്നത് അവൻ്റെ മൗലികമായ അവകാശമായിരുന്നു. ഉടുപ്പ് തീർച്ചയായിട്ടും വേണം, എന്നാൽ മേലങ്കി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് രാത്രിയിൽ തണുപ്പില്ലാതെ ഇളം ചൂട് തട്ടി ഉറങ്ങുവാനുള്ളൊരു ഉപാധിയും കൂടി ആയിരുന്നത് കൊണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ മൗലികമായ ഒരു അവകാശവും ഈ മേലങ്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ളൊരു പരാമർശം പുറപ്പാട് പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മേലങ്കിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വചനം പറയുന്നു, അയൽക്കാരൻ്റെ മേലങ്കി പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ എത്തിക്കണം. എന്തെന്നാൽ അതുമാത്രമാണല്ലോ അവനുള്ള പുതപ്പ്. തൻ്റെ ശരീരത്തിലണിയുന്ന ആ ഉടുപ്പല്ലാതെ അവന് ഉറങ്ങുമ്പോൾ പുതയ്ക്കുവാൻ മറ്റെന്തുണ്ട്? അവൻ എന്നെ വിളിച്ചു കരഞ്ഞാൽ ഞാനത് കേൾക്കും, ഞാൻ കരുണയുള്ളവനാണ്. അപ്പോൾ ദൈവമായ കർത്താവ് പുറപ്പാട് പുസ്തകത്തിലൂടെ യഹൂദ ജനത്തോട് അരുളി ചെയ്യുന്നത് ഒരുവൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഈ മേലങ്കി. കാരണം അത് പകൽ സമയത്ത് ധരിക്കുവാനുള്ളൊരു വസ്ത്രം മാത്രമല്ല, രാത്രിയിൽ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശമാണ്. അപ്പോൾ ഉറങ്ങണമെങ്കിൽ പുതപ്പ് വേണം. അപ്പോൾ ഈ മേലങ്കി ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യമാണ്, ഏറ്റവും അടിസ്ഥാന ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ സാമൂഹ്യ പാഠ പുസ്തകങ്ങളിലൊക്കെയും ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ 3 ആവശ്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് 3ഉമാണ് നമ്മൾ പഠിക്കാറുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രം, ഏറ്റവും അടിസ്ഥാന സൗകര്യമായ വസ്ത്രം എന്ന് പറയുന്നത് ഈ മേലങ്കിയാണ്. എത്ര പാവപ്പെട്ടവനായാലും അവനൊരു മേലങ്കി അത്രമാത്രം അനിവാര്യമാണ്. കാരണം മേലങ്കി ഇല്ലാതെ അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുകയില്ല. കാരണം രാത്രിയിലെ അവൻ്റെ വസ്ത്രമാണ്, രാത്രിയിലെ അവൻ്റെ കമ്പിളിപ്പുതപ്പാണ് ഈ മേലങ്കി എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശുനാഥൻ്റെ കുരിശുമരണത്തിൻ്റെ അവസരത്തിൽ
യേശുവിനോട് അവർ ഏറ്റവും നീചമായി പെരുമാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവിടുത്തെ മേലങ്കി അവർ അപഹരിക്കുകയും മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിടുകയും ചെയ്തപ്പോഴാണ്. കാരണം അവർ പഴയ നിയമത്തിലെ ആ വചനമാണ് അവർ ധിക്കരിക്കുന്നത്. അവർ റോമാക്കാരാണ്, റോമൻ പടയാളികളാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമം വായിച്ചിട്ടോ ഒന്നും അവർ കാണില്ല. എങ്കിൽ കൂടിയും ഒരു യഹൂദനായി ജീവിച്ചിരുന്ന യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനോട് അവർ ചെയ്ത ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് അവിടുത്തെ മേലങ്കി അവർ അപഹരിച്ചെടുത്തു. ആ മേലങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ മുഖത്ത് അവർ തുപ്പുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, ആണികളാൽ കുരിശിന്മേൽ യേശുനാഥൻ തറയ്ക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഇതൊക്കെയും അനീതിയാണെങ്കിൽ കൂടിയും യഹൂദ പാരമ്പര്യത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ യേശുനാഥനോട് അവർ ചെയ്ത ഏറ്റവും വലിയ ദുഷ്ടത എന്ന് പറയുന്നത് അവിടുത്തെ മേലങ്കി അവർ അപഹരിച്ചെടുത്തു എന്നുള്ളതാണ്. യേശുവിനെ പൂർണ്ണ നഗ്നനാക്കിക്കൊണ്ട് യേശുവിൻ്റെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും, മൗലിക അവകാശങ്ങൾക്ക് പോലും അവർ വിലയിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുനാഥനെ സംബന്ധിച്ചിടത്തോളം ഈ മേലങ്കി അപഹരിക്കപ്പെടുക, അല്ലെങ്കിൽ അവൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ നറുക്കിടുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. അത് വലിയൊരു പരിഹാസമാണ്, വലിയൊരു വേദനയാണ്, നൊമ്പരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചില സഭാപിതാക്കന്മാരെങ്കിലും യേശുനാഥൻ്റെ ഈ മേലങ്കിയെ തിരുസഭയുടെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെ, സഭയുടെ ഐക്യം, സഭയുടെ ഒത്തൊരുമ, സഭയുടെ ഏകത്വം, ഇതിനെയാണ് ക്രിസ്തുനാഥൻ്റെ ഈ തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട ഈ മേലങ്കി എന്നവർ പറയാറുണ്ട്. ഇവിടെ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷം 19:24 ആ പടയാളികൾ പറയുന്നുണ്ട്, ഇവൻ്റെ മേലങ്കി നമുക്ക് കീറണ്ട എന്നൊരു മലയാളത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഗ്രീക്ക് മൂലപദം അവർ ഉപയോഗിച്ചിരിക്കുന്നത് സ്കിസോ എന്നൊരു പദമാണ്. സ്കിസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറി മുറിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, തയ്യൽക്കാരൊക്കെയും എപ്രകാരമാണ് കത്രിക വെച്ച് ഒരു തുണി മുറിക്കുന്നത്, അതിനെയാണ് സ്കിസോ എന്ന് അവർ ഉപയോഗിക്കുന്നത്, ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. വീണ്ടും യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ മറ്റു പലയിടങ്ങളിലുമായി സ്കിസോ എന്ന വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ 21:11 അവർ വലയെറിയുന്നു, വലയിൽ നിറയെ മീൻ കൊടുക്കുന്നു, ആ മീനിനെയൊക്കെ വലിച്ചു കയറ്റിയപ്പോൾ വല കീറിയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ കീറിയില്ല എന്നുള്ളതിനും ഉപയോഗിക്കപ്പെട്ടുള്ള പദം സ്കിസോ അല്ലെങ്കിൽ സ്കിസ്മയാണ്. ഇനി മറ്റു ചില കോണ്ടെക്സ്റ്റുകളിലും സ്കിസോ അല്ലെങ്കിൽ സ്കിസ്മ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് യോഹന്നാൻ 9:16, യോഹന്നാൻ 7:43 ഇവിടങ്ങളിലൊക്കെയും യേശുവിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയും ഈ ഭിന്നത അതൊരു മുറിയപ്പെടലാണ്. സമൂഹം രണ്ടായിട്ട് ഭിന്നിക്കുകയാണ് യേശുനാഥൻ്റെ പേരിൽ. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്കിസോ അല്ലെങ്കിൽ സ്കിസമാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുസഭ ക്രിസ്തുനാഥൻ്റെ മേലങ്കിയാണ്. അതൊരിക്കലും മുറിയപ്പെടില്ല, മുറിയപ്പെടാൻ പാടില്ല. എന്നാൽ ഇന്ന് പലയിടങ്ങളിൽ നിന്നുമായിട്ട് തിരുസഭാ മാതാവിനെ വ്രണപ്പെടുത്തുവാനുള്ള അക്ഷീണ യത്നങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ആദിമ നൂറ്റാണ്ടുകൾ മുതൽക്കേ തന്നെ യേശുവിൻ്റെ ഗാത്രമായ, യേശുവിൻ്റെ മേലങ്കിയായ, തുന്നൽ കൂടാതെ നെയ്യപ്പെട്ട ആ വസ്ത്രം മുറിക്കുവാനായിട്ട്, കീറി മുറിക്കുവാനായിട്ട് പലരും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് യേശുവിൻ്റെ മേലങ്കിയാകിയാൽ അതൊരിക്കലും കീറി മുറിക്കാനായിട്ട് പറ്റുകയില്ല, അതിനെ സ്കിസ്മ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ചിലരെങ്കിലും സ്വന്തം അഭിപ്രായം മൂലം സഭയിൽ നിന്നും വേർതിരിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ അഭിപ്രായം, എൻ്റെ തീരുമാനങ്ങൾ അത് സഭയിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും മാർപ്പാപ്പായെ ധിക്കരിച്ച്, സഭാഗാത്രത്തിലെ മറ്റംഗങ്ങളെ ധിക്കരിച്ച് സഭയിൽ നിന്നും വേർപെട്ടു പോകുന്ന ചിലരെ നമ്മൾ വിളിക്കുന്നത് അവരെ ശീഷ്മ ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് ശീഷ്മ? വിശ്വാസത്തിനെതിരായിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന ഒരു തിന്മയാണ്. ഈ ശീഷ്മ എന്ന പദം വന്നിരിക്കുന്നത് ഈ സ്കിസം എന്ന, ഈ മുറിയപ്പെടുന്നു എന്ന ഗ്രീക്ക് പദത്തിൽ തന്നെയാണ്. ശീഷ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: മാർപ്പാപ്പായുടെ വിധേയത്തിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സഭയുടെ അംഗങ്ങളുമായുള്ള സംസർഗത്തിൽ നിന്നോ പിന്മാറുന്നതിനെയാണ് ശീഷ്മ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സ്കിസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സഭാഗാത്രം ഒരിക്കലും മുറിയപ്പെടാനായിട്ട് പോകുന്നില്ല. കാരണം അത് മുറിയപ്പെടാത്ത ക്രിസ്തുനാഥൻ്റെ മേലങ്കിയാണ്. എന്നാൽ നമ്മളിൽ പലരും നമ്മിലെ പാപകരമായ അവസ്ഥകൾ മൂലമായിട്ട് ക്രിസ്തുനാഥൻ്റെ സഭാഗാത്രത്തെ വെട്ടിമുറിക്കുവാൻ, കീറി വ്രണപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതുവഴിയായിട്ട് ഭിന്നിച്ച് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ശീഷ്മ പോലുള്ള വലിയ പാപത്തിലേക്കാണ് നമ്മൾ പതിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ,
യേശുനാഥൻ്റെ മേലങ്കിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പഴയ നിയമത്തിലെ മറ്റൊരു മേലങ്കിയെക്കുറിച്ച് കൂടി പരാമർശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ അഹിയ എന്നൊരു കഥാപാത്രമുണ്ട്. വചനം പറയുന്ന ഇപ്രകാരമാണ്: അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിമ്പ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷ്ണങ്ങളായിട്ട് കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സോളമൻ്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും. സ്നേഹമുള്ളവരെ, 2 മേലങ്കികളെ നമ്മൾ സമാസമം വെച്ച് താരതമ്യം ചെയ്തു നോക്കുക. പഴയ നിയമത്തിലെ പഴയ ഇസ്രായേലിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മേലങ്കിയാണ് അഹിയായുടെ മേലങ്കി. ഇസ്രായേൽ ജനത്തിൻ്റെ അനുസരണക്കേട് നിമിത്തം, അവരുടെ അഹങ്കാര നിമിത്തം, അവരുടെ ശീഷ്മ നിമിത്തം ആ സഭ, അതായത് പഴയ ഇസ്രായേലാകുന്ന സഭാ സമൂഹം ഛിന്ന ഭിന്നമായിട്ട് പോയി. സോളമൻ്റെ രാജ്യം മുറിയപ്പെട്ടു, അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു. അതായിരുന്നു പഴയ ഇസ്രായേൽ സംഭവിച്ചു. അപ്പോൾ അഹിയായുടെ മേലങ്കി എന്ന് പറയുന്നത് പഴയ ഇസ്രായേലിൻ്റെ പാപത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈൻ ബോർഡാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എപ്രകാരമാണ് പാപം ചെയ്യുക വഴി സഭാഗാത്രത്തിലും, അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നിന്നും, ആ സ്നേഹബന്ധത്തിൽ നിന്നും അവർ ഛിന്ന ഭിന്നമായി പോയത്. ദൈവം തിരഞ്ഞെടുത്ത, ദൈവം പ്രത്യേകമാം വിധത്തിൽ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേൽ പല കഷണങ്ങളായിട്ട് പോയി. രാജ്യം വിഭജിക്കപ്പെട്ടു. കാരണം ഒന്നേ ഉള്ളൂ: അനുസരണക്കേടും അതോടൊപ്പം തന്നെ അഹങ്കാരവും. എന്നാൽ ക്രിസ്തുനാഥൻ്റെ മേലങ്കി തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതാക്കിയാൽ അതൊരിക്കലും മുറിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് മുറിയപ്പെട്ട് മുറിവേറ്റ് മാറി നിൽക്കുന്നവരൊക്കെ ഞാൻ പറയുന്നത് തിരുസഭയാകുന്ന മേലങ്കിയിലെ അംഗങ്ങളല്ല. അവരോരോരുത്തരും അഹിയായുടെ മേലങ്കി പുതയ്ക്കുന്നവരാണ്. അഹിയായുടെ മേലങ്കി പുതയ്ക്കുന്നവർ അവർ അഹങ്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും പ്രതീകങ്ങളാകിയാൽ ഇന്ന് സഭാഗാത്രത്തിന് നേരെ തൊടുത്തുവിടുന്ന ഓരോ ഒളിയമ്പുകളും അത് സഭയ്ക്കൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് സഭയ്ക്ക് സംഭവിക്കേണ്ടതിന് പകരം തങ്ങളിലേക്ക് ഇതിനെ തിരികെ വന്ന് പതിക്കുകയാണ് പതിവ്. അതുകൊണ്ട് വിശേഷേറെ സ്നേഹമുള്ളവരെ, നമ്മൾ പലരും പറയാറുണ്ട് സഭ ഛിന്നഭിന്നമായി പോകും, കർത്താവിൻ്റെ ഗാത്രമായ തിരുസഭ മുറിയപ്പെടും. ഇല്ല, തിരുസഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ മേലങ്കിയാകിയാൽ അതിനൊരിക്കലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇന്ന് മുറിയപ്പെടുന്നതും മുറിവേൽക്കുന്നതുമൊക്കെ അഹിയായുടെ മേലങ്കി പുതയ്ക്കുന്ന വ്യക്തികൾക്കൊക്കെയാണ് ഈ മുറിവേൽക്കുന്നത്. അപ്പോൾ തിരുസഭയിലെ വിശ്വസ്ത ദാസരായി നമുക്കൊക്കെയും അനിവാര്യമായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ മേലങ്കിയുടെ ചൂട് തട്ടി നിൽക്കുക എന്നുള്ളതാണ്. ആ മേലങ്കിയുടെ തണലിലേക്ക് കടന്നു വരിക. അതിനേറ്റവും അനിവാര്യമായിട്ടുള്ളത് നമ്മുടെ ഭവനങ്ങളിൽ നിന്നും, നമ്മുടെ ഇടവക തലത്തിൽ നിന്നും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള അനുസരണവും എളിമയുമാണ്. അങ്ങനെയാണ് ക്രിസ്തുനാഥൻ്റെ ആ മേലങ്കിക്കുള്ളിൽ അഭയം പ്രാപിക്കുവാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ പുതയ്ക്കേണ്ടത് അഹിയായുടെ മേലങ്കിയല്ല, മറിച്ച് ക്രിസ്തുനാഥൻ്റെ മേലങ്കിയാണ്. ആ മേലങ്കിക്കുള്ളിൽ നമുക്ക് അഭയം പ്രാപിക്കാം. തിരുസഭാ മാതാവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഇനി അടുത്തതായിട്ട് ക്രിസ്തുവിൻ്റെ ഈ മേലങ്കി എന്ന് പറയുന്നത് യേശുനാഥൻ്റെ പൗരോഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ്. കർത്താവിൻ്റെ നിത്യ പൗരോഹിത്യം, ശാശ്വതമായ പൗരോഹിത്യം, ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ മേലങ്കി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ചണ കൊണ്ടുള്ള ഒരു മേൽക്കുപ്പായമാണ് പുരോഹിതൻ്റെ വിശുദ്ധ വസ്ത്രം. മേലങ്കിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ചണ കൊണ്ടുള്ള ഒരു മേൽക്കുപ്പായം പുരോഹിതന് നൽകപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ ലേവ്യരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പുരോഹിതൻ്റെ ഈ വസ്ത്രം കീറരുത് എന്നൊരാജ്ഞ. ഈ വസ്ത്രം കീറാൻ പാടില്ല, കാരണം ഇത് വിശുദ്ധ വസ്ത്രമാണ്, തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ തുന്നൽ കൂടാതെയാണ് പുരോഹിതൻ്റെ ഈ വസ്ത്രം നെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള സാക്ഷ്യം നമുക്ക് നൽകുന്നത് പഴയ നിയമത്തിലെ യഹൂദ ചരിത്രകാരനായിരുന്ന ജോസഫോസ് ആണ്. ജോസഫോസ് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ലേവ്യരുടെ പുസ്തകത്തിൽ കാണുന്ന ഈ ചണക്കുപ്പായം തുന്നൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നുവെന്ന്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിലും ഹെബ്രായർ 9:11 ക്രിസ്തുനാഥനെ നിത്യ പുരോഹിതനായിട്ട് ആ ലേഖകൻ ചിത്രീകരിക്കുന്നത്. കാരണം ഈ മേലങ്കി അണിഞ്ഞ, അഹ്റോൻ്റെ മേലങ്കി അണിഞ്ഞ് ക്രിസ്തുനാഥൻ നിത്യ പുരോഹിതനാണ് എന്ന് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ ലേഖകൻ സമർത്ഥിക്കുന്നുണ്ട്.
ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നാം ഓരോരുത്തരും ഇന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത് യേശുനാഥൻ്റെ ഈ മേലങ്കി അണിയുവാനായിട്ട് തന്നെയാണ്. അതിന് നമ്മളിൽ നിന്നും തിരുസഭാ മാതാവ് യേശുനാഥൻ ആവശ്യപ്പെടുന്നത് നമ്മിലെ പാപപങ്കിലമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് പുത്തൻ മനുഷ്യനായ ക്രിസ്തുനാഥനെ ധരിക്കുവാനാണ്. അതെ, നമ്മൾ പുതിയ നിയമത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും സുവിശേഷ ഗ്രന്ഥങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ, തങ്ങളിലെ പഴയ മനുഷ്യനെ അഴിച്ചു മാറ്റി അല്ലെങ്കിൽ ഉരിഞ്ഞു മാറ്റിയതിനു ശേഷം ക്രിസ്തുവിനെ ധരിക്കുന്ന ചില വ്യക്തികളെ കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ മേലങ്കിയെ വളരെ സിംബോളിക്കായിട്ട് സ്വീകരിച്ചിട്ട് അവർ ധരിക്കുകയാണ് ചെയ്യുന്നത്. പഴയത് വേണ്ട, പഴയ മനുഷ്യനെ അവർ ഉപേക്ഷിക്കുന്നു, ക്രിസ്തുവിനെ അവർ ധരിക്കുന്നു. ഇതിനുള്ള ഏറ്റവും മനോഹരമായ ഉദാഹരണം മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിൽ 46-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുന്ന അന്ധനായ ബർത്തേമയോസിൻ്റെ കഥയാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അന്ധനായ ബർത്തേമയോസ് വഴിയിലിരുന്ന് യാചിക്കുകയായിരുന്നു. നസ്രായനായ യേശു അതിലൂടെ കടന്നു പോയപ്പോൾ അവൻ തൻ്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. നോക്കുക, യഹൂദനായിരുന്ന ആ വ്യക്തി, അവൻ അന്ധനായിരുന്നു, അവന് പുറംകുപ്പായം ധരിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു യഹൂദനെയും പോലെ. പക്ഷെ അവൻ ചെയ്യുന്നത്, നസ്രായനായ യേശു കടന്നു വരുന്നു എന്ന് കണ്ടപ്പോഴേക്കും ഈ പുറംകുപ്പായം വലിയ ആവേശത്തോടുകൂടി അഴിച്ചു മാറ്റി ദൂരെ എറിയുകയും കുതിച്ചു ചാടി എന്നാണ് വചനത്തിൽ പറയുന്നത്. കുതിച്ചു ചാടി യേശുവിനെ ധരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു അന്ധനായിക്കൊള്ളട്ടെ, കുഷ്ഠരോഗിയായിക്കൊള്ളട്ടെ, തളർവാദ രോഗിയായിക്കൊള്ളട്ടെ, അവരുടെ പേരും വിലാസവും ഒന്നും ഒരിക്കലും ഒരു സുവിശേഷകനും രേഖപ്പെടുത്താറില്ല. എന്നാൽ ബർത്തിമയോസ് അന്ധനാണ്. എന്നാൽ ബർത്തിമയോസിൻ്റെ പേര് രേഖപ്പെടുത്തുന്നു, അവൻ്റെ വിലാസവും രേഖപ്പെടുത്തുന്നുണ്ട്. ബർത്തിമയോസ് എന്നതിൻ്റെ അർത്ഥം തിമേയോസിൻ്റെ മകൻ. അത് വചനത്തിൽ അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, തിമേയോസിൻ്റെ പുത്രനായ ബർത്തിമയോസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ്റെ പിതാവിൻ്റെ അഡ്രസ്സോടുകൂടി ബർത്തിമയോസിനെ സുവിശേഷൻ പരിചയപ്പെടുത്തുന്നത് അറിയാമോ? അവൻ വന്ന വഴി കാണിക്കുവാനായിട്ട്. അവനൊരു പഴയ മനുഷ്യനായിരുന്നു, അവൻ തിമേയോസിൻ്റെ മകനായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ട മാത്രയിൽ അവൻ തന്നിലെ പഴയ മനുഷ്യൻ്റെ ആ ഉടയാട പൂർണ്ണമായിട്ടും ഉരിഞ്ഞു നീക്കിയിട്ട് ക്രിസ്തുവിനെ ധരിക്കുന്നു. ഇതാണ് പറയുന്നത്, പഴയതിനെ ഉരിഞ്ഞു മാറ്റുക, വെടിയേണ്ടത് വെടിയുക, പരിത്യജിക്കേണ്ടത് പരിത്യജിക്കുക. നമ്മൾ ധരിക്കേണ്ടത് ക്രിസ്തുനാഥനെയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ നിത്യ പൗരോഹിത്യം, ശാശ്വതമായി നിലകൊള്ളുന്ന അവിടുത്തെ പൗരോഹിത്യമാണ് നമ്മൾ ഓരോരുത്തരും ധരിക്കേണ്ടത്. ഇതുതന്നെയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും ചെയ്യുന്നത്. തൻ്റെ മാനസാന്തര വേളയിൽ ക്രിസ്തു ഫ്രാൻസിസിനെ വിളിച്ച മാത്രയിൽ ഫ്രാൻസിസും ചെയ്യുന്നത്, താൻ ധരിച്ചിരുന്നതെല്ലാം ഉടയാട പൂർണ്ണമായിട്ടും അഴിച്ചിട്ട് സ്വപിതാവിനെ ഏൽപ്പിക്കുന്നു, അവിടുത്തെ മെത്രാനച്ചനെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ക്രിസ്തുനാഥനെ ധരിക്കുവാനായിട്ട് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഉടയാട ഫ്രാൻസിസ് പിന്നീട് ധരിക്കുകയുമാണ് ചെയ്തത്. ഈശോയേറെ സ്നേഹമുള്ളവരെ, യേശുവിനെ അടുത്തെറിയുന്ന വ്യക്തികളൊക്കെയും എങ്ങനെയാണ്? തങ്ങളിലെ പാപകരമായ അവസ്ഥകളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുന്നു. വീണ്ടും നമ്മൾ കാണുന്ന ചില മനോഹരമായ ഉദാഹരണങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം നടക്കുകയാണ്. രാജകീയമായിട്ട് യേശു കഴുതപ്പുറത്ത് ജെറുസലേം നഗരത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ അവനെ ഒരു രാജാവായിട്ട് തന്നെയാണ്, അവരുടെ നാഥനും ഗുരുവുമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ്. അവർ ആ ജെറുസലേം നിവാസികൾ, യഹൂദരായിട്ടുള്ളവർ അവരുടെ മേലങ്കി ഉപേക്ഷിക്കുന്നുണ്ട്. അവിടെ അവർ ഓരോരുത്തരും തങ്ങൾ അണിഞ്ഞിരുന്ന ആ മേലങ്കി അല്ലെങ്കിൽ ആ കുപ്പായം അഴിച്ചിട്ട് ചിലർ കഴുതയുടെ പുറത്ത് ധരിപ്പിച്ചിട്ട് യേശുവിനെ അതിൽ ഉപവിഷ്ടനാക്കുന്നു. മറ്റു ചിലരാകട്ടെ വഴി നീളയും അവർ ധരിച്ചിരുന്ന മേലങ്കി വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് യേശുവിനെ അവർ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അവർ തങ്ങളിലെ പഴയ മനുഷ്യരെ ഉരിഞ്ഞു മാറ്റിയിട്ട് ക്രിസ്തുനാഥനെ ധരിക്കുന്നു. ഇന്നു മുതൽ ക്രിസ്തുവാണ് ഞങ്ങളുടെ രാജാവ്, ഇന്നു മുതൽ ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്ഷകൻ, നാഥനെന്ന് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് യേശുനാഥനും തൻ്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 10:10 ലൂക്കായുടെ സുവിശേഷം 9:3 പറയുന്നത്, നിങ്ങൾ വചനം പ്രഘോഷിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ 2 കുപ്പായം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, മേൽവസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ മേലങ്കി എന്ന് പറയുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 2 വസ്ത്രങ്ങൾ പാടില്ല, നിങ്ങൾ ധരിക്കുന്ന ഉടുപ്പ് മാത്രം, നിങ്ങളുടെ മേലങ്കി എന്ന് പറയുന്നത് ഞാനായിരിക്കും. ക്രിസ്തുവിനെ ധരിക്കുന്നവനായിരിക്കണം ഒരു പുരോഹിതൻ, ക്രിസ്തുവിനെ ധരിക്കുന്നവനായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. അപ്പോൾ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന് മധ്യേ ജനമെപ്രകാരം തങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് ക്രിസ്തുനാഥനെ ധരിച്ചുവോ, അതുപോലെ തന്നെ നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും വിളിക്കപ്പെട്ടിരിക്കുന്നതും ക്രിസ്തുനാഥനെ
ധരിക്കുവാനാണ്, അവിടുത്തെ സ്വീകരിക്കുവാനാണ്. ക്രിസ്തുവിനെ ധരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുവാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ക്രിസ്തുവിനെ ധരിക്കുന്നതിന് മുൻപായിട്ട് ചിലതൊക്കെ ഉരിഞ്ഞു മാറ്റാനുണ്ട്, ചിലതൊക്കെ അഴിച്ചു നീക്കുവാനായിട്ടുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വളരെ മനോഹരമായിട്ട് തന്നെ റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം തിരുവചനങ്ങളിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ ധരിക്കേണ്ടതെന്ന് പൗലോസ് മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വചനം പറയുന്ന പ്രകാരമാണ്: പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതെ ഇരിക്കുവിൻ. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നത് നമ്മൾ അഴിച്ചു മാറ്റേണ്ട അല്ലെങ്കിൽ നമ്മൾ വെടിയേണ്ടതായിട്ടുള്ള ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചില പുറം കുപ്പായങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കുന്ന പാപപങ്കിലമായ ചില പുറം കുപ്പായങ്ങൾ. ഇവിടെ പൗലോസ് പറയുന്ന പുറം കുപ്പായങ്ങൾ സുഖലോലുപത, മദ്യലഹരി, അവിഹിത വീഴ്ച, വിഷയാസക്തി, കലഹം, അസൂയ, ഇതിനെയൊക്കെ അഴിച്ചു നീക്കിയെങ്കിൽ മാത്രമേ ക്രിസ്തുവിനെ ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പൗലോസ്ലീഹ പറയുന്ന ഈ പാപങ്ങളൊക്കെയും ആധുനിക യുഗത്തിൽ വേറൊരു രീതിയിലാണ് നമ്മൾ പാപം ചെയ്ത് ജീവിക്കുന്നത്. ഇതിനെ ഞാൻ വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ സിൻസ് അല്ലെങ്കിൽ ജീവിതശൈലി പാപങ്ങൾ എന്നാണ്. ജീവിതശൈലി പാപങ്ങൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ജീവിതശൈലി പാപങ്ങൾ സുഖലോലുപത, മദ്യാസക്തി, അവിഹിത വീഴ്ച അന്നത്തെ അവരുടെ ജീവിതശൈലി പാപങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരും നയിക്കുന്ന ജീവിതശൈലി പാപങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ആധുനിക നൂറ്റാണ്ടിന് പറ്റിയ തരത്തിലുള്ള പാപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് വലിയ ജാഗ്രത പുലർത്തുന്നവരാണ്, അല്ലേ? പ്രമേഹമായിക്കൊള്ളട്ടെ, പൊണ്ണത്തടി ആയിക്കൊള്ളട്ടെ, ഇതൊക്കെയും ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിന് പ്രതിവിധി തേടി നമ്മൾ അങ്ങോളം ഇങ്ങോളം അലയാറുണ്ട്. പക്ഷേ ജീവിതശൈലി പാപങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലി പാപങ്ങൾ എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഒന്നാമത്തെ ഒരു ഉദാഹരണം, രാത്രി മുഴുവനും ഫോണും നോക്കിയിരിക്കുക. ഇന്ന് പലർക്കുമുള്ള, ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒക്കെയുള്ള ഒരു പ്രശ്നമാണ്. രാത്രിയിൽ മുഴുവൻ ഫോണും നോക്കിയിരുന്നിട്ട് പകല് ഉറക്കം തൂങ്ങി അലസമായിട്ട് നല്ല വ്യക്തമായ രീതിയിൽ ജോലി പോലും ചെയ്യാനാവാതെ അലസതയിൽ കഴിഞ്ഞ്, ഇതൊരു ജീവിതശൈലി പാപമാണെന്ന് ഞാൻ പറയും. ഇനി ആധുനികമായ ഗാഡ്ജറ്റ്സിനോടുള്ള അമിതമായിട്ടുള്ള പ്രണയം അല്ലെങ്കിൽ ആസക്തി, ഓരോ മൊബൈൽ വരുമ്പോഴും അത് മേടിക്കുക, അല്ലെങ്കിൽ വെറുതെ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഗാഡ്ജറ്റ്സിനോടുള്ള പ്രണയം. ഇനി മറ്റൊന്ന് ജീവിതശൈലി രോഗങ്ങളോട് ചേർന്നുള്ളൊരു പാപമാണ് അമിതമായിട്ടുള്ള ഭക്ഷണം. അതായത് ജങ്ക് ഫുഡുകളെല്ലാം കിട്ടുന്നതൊക്കെയും വാരിക്കോരി കഴിക്കും. അതിനുശേഷം പൊണ്ണത്തടിയാകട്ടെ, രോഗാവസ്ഥകളായിക്കൊള്ളട്ടെ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയപ്രദമായിട്ടുള്ള 2 ബിസിനസ്സുകളാണുള്ളത്. ഒന്ന് ഹോട്ടൽ ബിസിനസ്, റെസ്റ്റോറൻറ്റുകൾ. നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ നിരവധി റെസ്റ്റോറൻറ്റുകൾ കാണാം. എല്ലായിടത്തും ജനം തടിച്ചു കൂടുന്നു. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് ആശുപത്രികളാണ്. കാരണം ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇവിടെ നിന്ന് കയറിയിട്ടുള്ള ജങ്ക് ഭക്ഷണങ്ങളൊക്കെയും കഴിക്കുന്നു. രണ്ടാമതായിട്ട് അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആശുപത്രികളാണ്. കാരണം ജീവിതശൈലി രോഗങ്ങളും ജീവിതശൈലി പാപങ്ങളും ഒക്കെയും ഇതിലൂടെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് നമ്മൾ അവശ്യം ഉരിഞ്ഞു മാറ്റേണ്ടത്. ഇത് നമ്മളെ വലിയ പാപികളാക്കി മാറ്റുന്നുണ്ട്. ഇത് പാപങ്ങളാണ് എന്ന് പോലുള്ള ബോധ്യം നമുക്ക് ഇല്ലാതെ വരുന്നുണ്ട്. ക്രിസ്തു സ്നേഹമുള്ളവരെ, ഇത്തരം പാപങ്ങളെയൊക്കെ ഉരിഞ്ഞു മാറ്റിയിട്ട് മാമോദീസായുടെ ചൈതന്യത്തിൽ ജീവിക്കാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ, ഏലിയ പ്രവാചകൻ തൻ്റെ മേലങ്കി എടുത്തിട്ട് ഏലീഷ പ്രവാചകനെ ധരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ക്രിസ്തുനാഥനും നമുക്ക് അധികാരം പകർന്നു നൽകുന്നത്, ദൈവപുത്രൻ്റെ അവകാശം നമുക്ക് ഓരോരുത്തരും ഈശോ നൽകുന്നത് മാമോദീസായുടെ മേലങ്കി നമ്മളെ ഓരോരുത്തരും ധരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ മാമോദീസായുടെ മേലങ്കി നമ്മൾ ധരിച്ച് വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. ഈ ജീവിതശൈലി പാപങ്ങളും ജീവിതശൈലി രോഗങ്ങളെയും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തുനാഥനെ ധരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.